ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ടെക്നിക്കുമായിട്ടാണ്. നമ്മൾ ചില ലിപ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ചില ലിപ്സ്റ്റിക്സ് നമ്മൾ വാങ്ങിക്കും, നമുക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ യൂട്യൂബ്സിലൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്ക് ചേരുമായിരിക്കും. അവർ പറയും ചിലപ്പോൾ ഡാർക്ക് ലിപ്സ്റ്റിന് ചേരുന്ന കളറാണെന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാനൊക്കെ തുടങ്ങും. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഷെയ്ഡ് അല്ല ഇത്, നമുക്ക് മാച്ചിങ് അല്ല, നമുക്കൊരു ഡൾ സ്കിന്നാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഓവർ ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ തോന്നുന്ന ചില ലിപ്സ്റ്റിക് ഉണ്ടാവും, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഷെയ്ഡുകൾ, അല്ലെങ്കിൽ നമ്മൾ അത് വേറെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പം ഇനി ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് കൊടുക്കാം. കാരണം നമുക്ക് അത് തന്നെ വേറൊരു രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പോഷായിട്ട് അത് മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോവാണ്. ആദ്യത്തെ ഒരു ലിപ് ഷെയ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഷെയ്ഡ് എന്താണെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അത് ഇട്ട് കാണിക്കാം. അതിന്റെ ഒരു ഓൾ ടുഗെദർ ഞാൻ ഇട്ടാലുള്ള ഒരു ലുക്ക് ഞാൻ എന്താണെന്ന് കാണിക്കാം. ഇതാണ് നല്ല ഷെയ്ഡാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഒരു എന്താ പറയാ, ആ ലുക്കിന് എന്താ പറയുന്നത്, ബോൾഡ് ലുക്കാണ് വരുന്നത്. അപ്പം ചിലർക്ക് വന്നിട്ട് ഇങ്ങനെ ബോൾഡ് ലുക്കുമായിട്ട് നമുക്ക് പുറത്തു പോകാൻ ഇത്ര താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഈ ഒരു ബോൾഡ് ലുക്ക് ചേരാതെ ഉണ്ടാവും. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ലിപ് ഷെയ്ഡാണ്. എന്നിട്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഉൾഭാഗത്ത്, കണ്ടോ നിങ്ങൾ, ഇങ്ങനെ. ഇപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡേ മാറി നമ്മുടെ ഫേസിന് ഒരു ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നെസ്സും ഒരു എന്താ പറയാ, ഒരു ഉന്മേഷമൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇത് ഈ ലിപ്സ്റ്റിക്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു രീതിയുണ്ട് കേട്ടോ, ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡിൽ ഞാൻ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സെയിം ഈ ഒരു ലിപ്സ്റ്റിക്കിന് പകരം നിങ്ങൾ ഫൗണ്ടേഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ലൈറ്റ് ലിപ് ഷെയ്ഡ്സ് ഉണ്ടാകണം എന്നില്ല അല്ലെ. അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് വന്നിട്ട് ഒരു ഓ ഷിറ്റ് ഇത് വന്നിട്ട് 24 hours ആണ്. ആക്ച്വലി ഇൻസൈറ്റ് മേക്കപ്പ് എസെൻഷ്യൽ അനിയത്തിയത് അടിച്ചു മാറ്റിയതാണ്. കുറച്ച് അവള് വർക്ക് ചെയ്യണത് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ്, എയർപോർട്ട് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ്. അപ്പോൾ അവൾക്ക് കുറച്ച് ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ അവളുടെ അടുത്ത് നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സ് കാണുമ്പോൾ അടിച്ചു മാറ്റി യൂസ് ചെയ്യും. എന്നിട്ട് നമുക്ക് നോക്കാം, ഇതിട്ടിട്ട് നോക്കാം കേട്ടോ. ലിപ്സ്റ്റിക്കിന്റെ കോലം നിങ്ങൾ നോക്കണ്ട, ഇത് കുഞ്ഞെടുത്ത് പരിപാടിയാക്കിയതാണ് കേട്ടോ. അപ്പം ഇതാണ്. ഇത് വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ബ്രൈറ്റ് ആണ്. അപ്പം ഈ ഒരു ഇത്ര അധികം ബ്രൈറ്റ്നെസ് എനിക്ക് പൊതുവെ അങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഭയങ്കരമായിട്ട് ചേരുന്നതായിട്ട് തോന്നാറില്ല. അപ്പം ഒരു ഡാർക്ക് ലിപ് ലൈനർ എടുക്കുക. ഇതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മറൂൺ കൈൻഡ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് ലിപ് ഷെയ്ഡ് ഉള്ളിലായിട്ട്, ഇപ്പൊ ഒരു 3 ഷെയ്ഡിന്റെ ഓക്കെ. ഇല്ല, ഇനിയിപ്പോൾ ലിപ് ലൈനർ അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക് ഇല്ലേ, ഇത് കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആണ്. ഒരു ഓ ഷിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷെയ്ഡ് ഭയങ്കര കണ്ടോ. അപ്പം
എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടോ, ആ ഒരു ഉള്ളിൽ ലൈറ്റ് ഷെയ്ഡാണ്. പിന്നെ നമ്മൾ ഒറിജിനൽ ഇട്ട ഷെയ്ഡ് ഇവിടെ സെൻറ്ററിൽ കാണുന്നുണ്ട്. ആൻഡ് ഡാർക്ക് ലിപ് ലൈനറിൻ്റെ ആ ഒരു വ്യൂ ഉണ്ട്. ഞാനൊരു ഡിഫറൻസ് പിക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് രണ്ടിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഒരു വേറെ ഷെയ്ഡ് കാണിക്കാം. ഞാൻ ഷോർട്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അത് വന്നിട്ട് നമുക്ക് ഒരു ഭയങ്കര ഡൾനെസ് ആണ് ഫേസിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് കേട്ടോ അത് ഇട്ടിട്ടുള്ളൊരു. നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടില്ലേ, ചുണ്ടില്ലാത്ത പോലെ എൻ്റെ മുഖത്ത്. അപ്പം ഇനി അത് നമുക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ നോക്കാം. ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഫൗണ്ടേഷൻ, കാരണം വെച്ചാൽ മറ്റേത് ലിപ്സ്റ്റിക് അത്ര ഇതിന് വർക്ക് ആവില്ല. കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് വേണം. കുറച്ച് ഫൗണ്ടേഷൻ കുറച്ച് മതി കേട്ടോ, ഒരുപാട് എടുത്താൽ വല്ലാതെ ഇതായി പോവും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലിപ് ലൈനറും കൊടുക്കാം. ഇത് സെയിം ഷെയ്ഡ് തന്നെ, പിന്നെയും ഡാർക്കാണ് കേട്ടോ, ഭയങ്കര ഡാർക്ക്. അത് ഞാൻ ഐബ്രോക്ക് യൂസ് ചെയ്യുന്നതാണ്. അത് ഭംഗിയായില്ലേ? പിന്നെയും കുറച്ചുകൂടെ നമ്മുടെ ഫേസിന് ചേരുന്ന രീതിയിലേക്ക് വന്നില്ലേ? അപ്പം ഇതാണ് തേർഡ് ഷെയ്ഡ്. സോറി, നമ്പറും അറിയില്ലേ, തേർഡ് ഷെയ്ഡ്. ഓക്കെ, വെയിറ്റ്സ്. വാവെന്ന് പറയുന്നു മോള്. അപ്പം ഇനി അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട്, ഞാൻ പറഞ്ഞു നിങ്ങൾ ഷെയ്ഡ് എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇത് ബെല്ലാഖീൻ ഒരു നോർമൽ ലിപ്സ്റ്റിക്ക് 100 റുപ്പീസിന് ഞാൻ ചാമിനാർന്ന് വാങ്ങിച്ചതാണ്. 2 ഷെയ്ഡ് ഉണ്ട്. ഇവിടെ റെഡാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ബോൾഡ് റെഡ്. ഇവിടെ വേറെ ഏതോ ഒരു ഷെയ്ഡാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത്രത്തോളം അത് കാണണ്ട അറിയില്ല. ഞാൻ കാണിച്ചു തരാം. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, പക്ഷേ ചുണ്ടിന് ഭയങ്കര കേടായിരിക്കും. ഞാൻ ഡെയിലി അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ട്, ഡെയിലി എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പം അത്ര അധികം എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. വർക്ക് ചെയ്യുന്ന സമയത്ത് അതും ഞാൻ ലൈറ്റായിട്ട് ഔട്ടർ ഏരിയയിൽ മാത്രം ലിപ്സ്റ്റിക്ക് വന്നിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാനായിട്ട്. നിങ്ങൾ ബ്രാൻഡഡ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ. നിങ്ങളുടെ ലിപ്പ് കറുത്ത് പോകും. എൻ്റെ ലിപ്പ് ഭയങ്കര ഡാർക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ കറുത്തിട്ടുള്ള ഒരു ലിപ്പായിരുന്നു. അത് ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വന്നത്, കണ്ടിന്യൂസ് ലിപ് ബാം യൂസ് ചെയ്ത് മാറ്റിക്കൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ കുറേ റെമഡീസും ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം കുറച്ച് നമുക്ക് ഫൗണ്ടേഷൻ. ക്യാമറയിൽ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടാട്ടോ തോന്നണത്, പക്ഷെ അത്ര അധികം നേരിട്ട് കാണുമ്പോൾ ഒരു കുറച്ചുകൂടെ ഒരു ഡൾനെസ്. എനിക്കൊന്ന് ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ആണ്. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലിപ് ലൈനർ എടുത്തിട്ട് കണ്ടില്ലേ? ഓൾറൈറ്റ്, അപ്പം ഇതാണ്. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു, അപ്പം ഇതാണ് ആ ഒരു ഇത് വന്നിട്ട് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഈ ബോൾഡ് റെഡ്, അത് നിങ്ങൾക്ക് കാണണ്ടാവും എന്തെങ്കിലും ഒരു ഷെയ്ഡ് വന്നിട്ട്. ഈ ബോൾഡ് റെഡ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആദ്യം തന്നെ ഒരു ഡാർക്ക് ലിപ് ലൈനർ ഡ്രോ ചെയ്യും. ഓക്കെ, എന്നിട്ട് വെരി മിനിമൽ ഒരു ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട്. ഇത് ഞാൻ അല്ലാതെ യൂസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇവിടെ കാണിക്കാം, ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു അപാരത. ഓക്കെ, കാണുന്നില്ലേ ഇതിൻ്റെ ഒരു കളറ്? ഹാ, ഭയങ്കര ബ്രൈറ്റാ. നമ്മൾ ഈ എവിടെ നിന്നാലും കാണും ഈ ലിപ്സ്റ്റിക് ഇട്ടാൽ, ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ മൊത്തത്തിലായിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇപ്പം നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട്. അല്ലാതെ ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇപ്പം നമ്മൾ നോർമൽ സാധാരണ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന പോലെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഏതോ ഒന്നും കൂടെ നമ്മളെ ഡാർക്കാക്കുക ചെയ്യുക, സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്കാക്കും. ഇങ്ങനെയുള്ള നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ലൈക്ക് ലിപ്സ്റ്റിക് കളേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലേക്ക് അത് മാറ്റാനും അത് ആ സ്കിന്നിന് ചേരുന്ന രീതിയിൽ സെലക്ട് ചെയ്യാനും ട്രൈ ചെയ്താൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു എലഗൻസ് ഫീൽ ചെയ്യും. നമ്മുടെ സ്കിൻ കളർ ആ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ അല്ല നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.